ഇവിടുത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ശിവക്ഷേത്രത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുകയാണ്. അതായത് ഇതിന്റെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 118 വർഷമായുള്ള തർക്കമാണ്. അതായത് മാഷ് സൂചിപ്പിച്ചതുപോലെ ഗമർ രാജവംശത്തിൽ നിർമ്മിച്ച അന്നത്തെ ഒരു ശിവക്ഷേത്രമാണ് പ്രൈ വിഹാർ എന്ന് പറഞ്ഞ ക്ഷേത്രം. അത് ശരിക്കും അത് കംബോഡിയയിലാണ്. പക്ഷെ അതിൻ്റെ എൻട്രി ശരിക്കും വരുന്നത് എളുപ്പത്തിൽ കയറാൻ പറ്റുന്നത് ഒരു പർവ്വതത്തിന് മുകളിലാണ്. അപ്പോൾ എളുപ്പത്തിൽ കയറാൻ പറ്റുന്നത് തായ്ലൻഡിൽ നിന്നാണ്. അപ്പോൾ തായ്ലൻഡ് വളരെ കാലമായി അതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്ത് അത് തങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ 2 പ്രാവശ്യം 63-ലും 2013-ലും ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വളരെ കൃത്യതയോടെ പറഞ്ഞു. ആദ്യം പറഞ്ഞു ക്ഷേത്രം കംബോഡിയയുടെ ഭാഗമാണ്, വസ്തു ചുറ്റുപാടുള്ള സ്ഥലം എവിടെയാന്ന് പറഞ്ഞു. ബുദ്ധക്ഷേത്രമാണോ സർ? അത് ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രമാണ്. അപ്പോൾ അത് ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട്. ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പൊ അത് കൂടുതൽ അവിടെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഇതെല്ലാം ഒറ്റ കൾച്ചറായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ സ്ഥലം മാത്രമേ 63-ലെ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വിധിച്ചപ്പോൾ കംബോഡിയയുടെ പാർട്ടാന്ന് പറയുള്ളൂ. പക്ഷേ അന്നേരവും തായ്ലൻഡ് പറയുന്നത് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങളുടെയാണ്. പക്ഷേ അതിനുശേഷം 2013-ലെ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഏരിയ മുഴുവനും കംബോഡിയയുടെയാണ്. ഇത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രാൻസിൻ്റെ കാലഘട്ടം, ഫ്രാൻസ് കംബോഡിയയിലെ അധിനിവേശ കാലഘട്ടത്തിൽ അവർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് മാപ്പ് വരച്ചതിലുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ആ രാജ്യത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പോൾ പോട്ടിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ആയുധപ്പുരകളായിട്ടാണ് അവർ സൂക്ഷിച്ചത്. അദ്ദേഹം ഈ അതിർത്തികളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അദ്ദേഹം ചെയ്തത് എന്നാ ചോദിച്ചാൽ സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താനാണ് പോയത്. അതായത് സ്വന്തം രാജ്യത്ത് ജനങ്ങളോടായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്തത്. അപ്പോൾ അതും ഈ തർക്കത്തിൻ്റെ ഒരു കാരണമായി മാറി. കാരണം അന്ന് അതിർത്തികൾ പരന്നു. അപ്പോൾ 2 ശിവക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് തായ്ലൻഡിലെ ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അത് കംബോഡിയയുടെ ആണെന്ന് പറഞ്ഞു. കംബോഡിയയിലുള്ള ഈ പ്രൈഹാർ എന്ന് പറഞ്ഞ ക്ഷേത്രം തായ്ലൻഡിൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ തർക്കങ്ങൾ പലവട്ടങ്ങളായി തുടർന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികർ അടക്കം സാധാരണക്കാർ വരെ മരണപ്പെട്ടു. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഇപ്പോൾ 4-5 ദിവസമായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ നമുക്കറിയാം ഇത് പരിഹരിക്കപ്പെടാനാവാത്തൊരു വിഷയത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.